SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് BLOമാർ 2 ഫോമുകൾ വീതം ഓരോ വോട്ടർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ 2 ഫോമിൽ ഒരു ഫോം പൂരിപ്പിച്ച് BLOമാർ തിരികെ ഏൽപ്പിക്കുകയും രണ്ടാമത്തെ ഫോം അത് കൈവശം വയ്ക്കുകയും ചെയ്യുക. എങ്ങനെയാണ് ഈ ഫോം പൂരിപ്പിക്കുക എന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഫോമിനെ നമുക്ക് 3 തരംതിരിക്കാം. 3. ഒന്ന്, ഈ സ്ലിപ്പ് ലഭിച്ച മുഴുവൻ ആളുകളും പൂരിപ്പിക്കേണ്ട ഭാഗം. 2, നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരും മാത്രം പൂരിപ്പിക്കേണ്ട ഭാഗം. നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പൂരിപ്പിക്കേണ്ട ഭാഗം. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പൂരിപ്പിക്കണം. മുകൾ ഭാഗത്ത് കൊടുത്ത രീതിയിലാണ് ഫോമിൻ്റെ മുകൾ ഭാഗം ഉണ്ടാകുക. അത് നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും, നമ്മുടെ എപ്പിക് നമ്പർ ഉണ്ടാവും. നിലവിലെ ഫോട്ടോ പതിക്കുക എന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. മുകളിലെ വലത് ഭാഗത്തായിട്ട് നിങ്ങൾ കാണാം. അവിടെ നിങ്ങൾക്ക് ഈ ഫോമിൽ നൽകിയ ഫോട്ടോ പോരാ, വൃത്തിയുള്ള ഫോട്ടോ വെക്കണം എന്ന് ഉദ്ദേശമുള്ളവർ മാത്രം പുതിയ ഫോട്ടോ വെച്ചാൽ മതിയായിരിക്കും. ഇവിടെ ആദ്യത്തെ ചോദ്യം ജനന തീയതി എഴുതുക എന്നുള്ള. അതായത് മാസം വേണം, ദിവസം വേണം, വർഷം വേണം. അത് കൃത്യമായി പൂരിപ്പിക്കണം. അത് രേഖ ഉണ്ടായിരിക്കണം പൂരിപ്പിക്കുമ്പോൾ. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 1/1/2005 എന്നാണെങ്കിൽ ഇതുപോലെ എഴുതാൻ ശ്രമിക്കുക. അടിയിലെ കോളത്തിൽ വരുന്നത് ആധാർ നമ്പറാണ്. അത് ഓപ്ഷനിലാണ്. ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എഴുതാം, എഴുതാതിരിക്കാം. അതാണ് ഓപ്ഷനിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതായിരിക്കും ഉത്തമം. അടുത്തത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ നമുക്ക് മൊബൈൽ നമ്പറും എപ്പിക് നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട അവസരം വരുമ്പോൾ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ എഴുതാൻ ശ്രമിക്കുക. അടുത്ത കോളം പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എന്നാണ്. ഇവിടെ നമ്മൾ പിതാവിൻ്റെ പേര് തന്നെയാണ് എഴുതേണ്ടത്. ഇതിൻ്റെ എപ്പിക് നമ്പറാണ് അടുത്തത് കൊടുക്കേണ്ടത്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ID കാർഡ് നമ്പറാണ്. അത് ID കാർഡ് മോൾ ഭാഗത്ത് കാണുന്ന നമ്പർ. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഭാഗങ്ങളിൽ കാണുന്ന നമ്പറാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്, നിലവിലെ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ. കോളം മാതാവിൻ്റെ പേര്. അടുത്തത് കോളത്തിൽ മാതാവിൻ്റെ എപ്പിക് നമ്പർ. മുകളിൽ പിതാവിൻ്റെത് പറഞ്ഞ രൂപത്തിൽ തന്നെ മാതാവിൻ്റെ എപ്പിക് നമ്പറും നിലവിലുള്ളത് എഴുതണം. അടുത്തത് പങ്കാളിയുടെ പേര്. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ അവരുടെ എപ്പിക് നമ്പറും രേഖപ്പെടുത്തണം. ഇതോടുകൂടി ഫോം ലഭിച്ച മുഴുവൻ ആളുകളും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഭാഗം അവസാനിച്ചു. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാർ മാത്രം പൂരിപ്പിക്കേണ്ട ഭാഗമാണ് ഇതിൻ്റെ ഫോമിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ ഭാഗം. 2002 വോട്ടർ പട്ടിക ഉൾപ്പെട്ട ആളുകളുടെ പൂർണ്ണ വിവരങ്ങൾ, അതായത് ആ പട്ടികയിൽ ഉള്ള വിവരങ്ങൾ കൃത്യമായിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അത് വോട്ടറുടെ പേര്, ആ വോട്ടറുടെ അന്നത്തെ എപ്പിക് നമ്പർ, പിന്നെ ബന്ധുവിൻ്റെ പേരാണ്. ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആ വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ട വ്യക്തിയുടെ എന്താണോ അതിൽ ബന്ധുവിൻ്റെ പേര് എഴുതിയത് അതെടുത്താണ് ഇവിടെ എഴുതേണ്ടത്. ഒരു പക്ഷേ ഒരു പിതാവാവാം, മാതാവാവാം, ഭാര്യയാകാം, ഭർത്താവാകാം, ആരായിരുന്നാലും അതുപോലെയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ബന്ധം, അതായത് വോട്ടറുമായിട്ട് ബന്ധുവിനുള്ള ബന്ധമെന്നാണ്. അതായത് ഭാര്യയാണോ, ഭർത്താവാണോ, പിതാവാണോ എന്നാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അടുത്തത് നമ്മുടെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നാം വോട്ടർ ഏത് നിയോജക മണ്ഡലത്തിൽ പെട്ടതാണോ ആ മണ്ഡലത്തിൻ്റെ പേര്, ഇവയാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെയുള്ള കോളത്തിൽ നമ്മുടെ ആദ്യം നിയോജക മണ്ഡല നമ്പർ, ഓരോന്നിൻ്റെയും നമ്പറുണ്ട് ഓരോ മണ്ഡലത്തിനും. ഇപ്പോൾ നമ്മുടെ കൊണ്ടോട്ടിയാണെങ്കിൽ 35ആണ്. രണ്ടാമത്തെ ഭാഗം നമ്പർ, അതായത് ബൂത്തിൻ്റെ നമ്പറാണ്. കൊണ്ടോട്ടിയാണെങ്കിൽ എൻ്റെ ബൂത്ത് എന്ന് പറയുന്നത് 109ആണ്. ക്രമ നമ്പർ, ആ പട്ടികയിൽ ഓരോ വോട്ടർക്കും ക്രമ നമ്പർ ഉണ്ടായിരിക്കും, സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 2002 നിലവിലുള്ള വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ട വോട്ടർമാർക്ക് പിന്നെ ഈ ഫോമിൽ ഒന്നും ചെയ്യേണ്ടതില്ല. താഴെ കാണുന്ന സത്യപ്രസ്താവനയിൽ ഒപ്പിട്ട്
BLOക്ക് ഒരു കോപ്പി നൽകുകയും ഒന്ന് കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യുക. 2002 വോട്ടറുടെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എന്യൂമറേഷൻ ഫോമിൻ്റെ വലതുഭാഗം എങ്ങനെ പൂരിപ്പിക്കണം എന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലവിലെ 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുമായ ആളുകൾ മാത്രമാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത്. 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത വ്യക്തികൾ വോട്ടർമാർ അവരുടെ ബന്ധത്തിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുടെ 2002 വിവരങ്ങളാണ് ഈ ഫോർമാറ്റിൽ പൂരിപ്പിക്കേണ്ടത്. രക്തബന്ധം എന്ന് പറയുമ്പോൾ ഉമ്മ ഉപ്പ, അതില്ലെങ്കിൽ വല്ലിപ്പ വല്ലിമ്മ, അല്ലെങ്കിൽ പൃഥു സഹോദരൻ സഹോദരി, അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ സഹോദരി തുടങ്ങി രക്തബന്ധത്തിൽപ്പെട്ട 2002 പേരുള്ളവരുമായ ആളുകളുടെ ആ പട്ടികയിലെ പൂർണ്ണ വിവരങ്ങളും ആണ് ഈ ഫോർമാറ്റിൽ പൂരിപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ഭാര്യയുടെയോ ഭാര്യയുടെ കുടുംബത്തിൻ്റെയോ, ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയോ 2002 രേഖകൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കാൻ പാടുള്ളതല്ല. നിലവിൽ ഫോമിനോടൊപ്പം ഒരു രേഖയുടെയും ഫോട്ടോ കോപ്പിയോ മറ്റോ സമർപ്പിക്കേണ്ടതില്ല. വിദേശത്തുള്ള ആളുകളുടെ ഫോമുകൾ ബന്ധുക്കൾക്ക് ഒപ്പിട്ട് തരാവുന്നതാണ്. ആപ്ലിക്കേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവർ 1987 ജൂലൈ 1, 2004 ഡിസംബർ 2 ജനിച്ചവരായ ആളുകൾ ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ, മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളുടെ ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ എന്നിവ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കുക. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളോ പേരോ ഇല്ലാത്തവർ ചെയ്യേണ്ടത് 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവരായവർ ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ, രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ എന്നിവ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കുക. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവർ ചെയ്യേണ്ടത് 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കുക.